കണ്ടു. ദൃശ്യം സൂപ്പർ പടം. ഇന്നലെ ടിക്കറ്റ് ബുക്ക് കിട്ടിയില്ല, അന്നേരം ടിക്കറ്റ് കിട്ടി, കണ്ടു. സൂപ്പറായിട്ട്. പിന്നെ നെഗറ്റീവ് അതിനകത്ത് എന്താ പറയുക, നെഗറ്റീവ് ഇല്ല. നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, കഴിഞ്ഞ ഭാഗങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ട ഈ പടമാണ്. തേർഡ്. അതെ, കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഒരു നല്ല കിട്ടിക്കൻ ഒരു ആക്ഷൻ ഇതൊക്കെ അതിനകത്തുണ്ട്. പടം സ്ലോ ഉണ്ടോ? പടം ഇല്ല, ലാഗൊന്നുമില്ല, നല്ല മൂവിയാണ്. ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, ഓരോ ടേസ്റ്റ് അല്ലേ. നമ്മൾ ചിലർക്ക് ഈ പറഞ്ഞ ഭക്ഷണത്തിന്, ചിലർക്ക് ചോറ് സദ്യ ഇഷ്ടമാണ്, ചിലർക്ക് ബിരിയാണി ഇഷ്ടമാണ് അല്ലേ, അങ്ങനെയല്ലേ. ചിലർക്ക് നല്ല സദ്യ ഒക്കെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നല്ല ബിരിയാണി അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതവർക്ക് ഓരോരുത്തർ ടേസ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ പടം നല്ല പടമാണ്, ലാഗൊന്നുമില്ല. നല്ല 500 കോടി അടിക്കും അത് പറയാൻ പറ്റില്ല. 500 കോടി 1000 കോടി അടിക്കുന്നുള്ളത് നമുക്കറിയില്ല. നല്ല പടമാണ്, നല്ല മൂവിയാണ്, ഫാമിലി മൂവിയാണ്. എന്താ പറയേണ്ടത്, കാരണം ഇത് പടം റിലീസായി ഇന്നലെ എന്തായാലും കാണാൻ പറ്റിയില്ല. ഷൂട്ടിംഗ് സംബന്ധിച്ചുള്ള ഇതിലായിരുന്നു. പടം ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ജിത്തി ജോസഫ് എന്ന ഡയറക്ടർ വീണ്ടും 4ാം ഭാഗം എടുക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവിടെ വെച്ച് അവർ എൻഡിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ സഹദേവനൊക്കെ ഇല്ലേ, ഒന്നും പറയണ്ട, അത്രയ്ക്കും ഗംഭീര പെർഫോമൻസ്. ലാലേട്ടൻ്റെ ഓരോ ചലനങ്ങൾ, മുൻകാലങ്ങളിൽ ലാലേട്ടൻ ദശരഥത്തിലൊക്കെ അഭിനയിച്ച അതേ കണ്ടിന്യൂറ്റി തന്നെ ഈ സിനിമയിലും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ആ കുടുംബത്തിനോടുള്ള ആ ഒരു പ്രതിബദ്ധതയില്ലേ, ഒരു അപ്പൻ, അതായത് ഒരു കുടുംബത്തിലൊക്കെ ആർന്നവർ ചെയ്യേണ്ട ആ മെയ്വഴക്കവും ആ ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ എന്തായാലും ജിത്തു ജോസഫ് എന്ന ഡയറക്ടറെ സമ്മതിച്ചിരിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതേപടി, കാരണം ഇതൊരു എന്താ പറയുക, ഒരു നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കാണുന്നത്. കാരണം പ്രേക്ഷകരെ പിടിച്ചിരുത്തും. ഇത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ ഒരു ലാഗ് ഉണ്ടെന്ന്. എന്ത് ലാഗെന്നാണ് പറഞ്ഞത്? ഒരു കുടുംബത്തിൽ ഇത് തന്നെ നടക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൽ നടക്കുന്ന അതേ പച്ച ഒരു ആവിഷ്കരണം ഈ ചിത്രത്തിൽ നടക്കുന്നു. കാരണം നമുക്ക് പല കുടുംബങ്ങളും കാണിക്കേണ്ടതില്ല. ആ ഒരു ഇത് അദ്ദേഹം നിലനിർത്തി. കാരണം അദ്ദേഹത്തിൻ്റെ സമയത്തിന് കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. കാരണം ഓരോ കഥാപാത്രങ്ങൾ, കാരണം ഇതിൽ പല കഥാപാത്രങ്ങളും ഇതിൽ വരുന്നുണ്ട്. പഴയ ഒരു കുഴിവെട്ടര ഇതാകട്ടെ, പക്ഷെ അതിലൊക്കെ അഭിനയിച്ചവരൊക്കെ പെർഫെക്റ്റായിട്ട് ഒരു അപ്പനും മോനും മോളും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ സഹദേവൻ്റെ മോള് തന്നെ, കാരണം ആ അച്ഛനോടുള്ള ഒരു പ്രതിബദ്ധത. കാരണം എല്ലാവർക്കും അവരവരുടെ കുടുംബമാണ് വലുത്. 500 കോടി അടിക്കും. അല്ല, 500 കോടി എന്നല്ലേ, അത് അടിക്കും. കാരണം അത് 500 1000 ആകട്ടെ, പക്ഷേ എല്ലാ പ്രേക്ഷകരും പിടിച്ചെടുത്ത്. അതാണ് ഒരു കാര്യം, 500 കോടിയിലല്ല, ഓരോ കുടുംബത്തിൽ നടക്കുന്ന അതായിട്ട് ആവശ്യം. അത് എല്ലാവർക്കും അവരവരുടെ കുടുംബമാണ് വലുത്. വില്ലനാകട്ടെ നായനാകട്ടെ, നമുക്കായെങ്കിലും ആർക്കാണെങ്കിലും എല്ലാവർക്കും എപ്പോഴും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ അവരൊരു കുടുംബമാണ് വലുത്. അത് തെറ്റുകാരനായിരുന്നല്ല, നമ്മൾ ആ തെറ്റിൽ നിന്ന് നമ്മളെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഒരു അച്ഛൻ നിൽക്കുന്ന അതേ തനിമയത്തോടുകൂടി ലാലേട്ടൻ ഇതിൽ പെർഫെക്റ്റായി. കാരണം ഇതിൻ്റെ 4ാം ഭാഗം വരുമെന്നുള്ളത് ഇനി ഡയറക്ടറും തീരുമാനിക്കണം. എന്തായാലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമ. ഈ സിനിമ കണ്ടിട്ട് തീരാ നഷ്ടം തന്നെ, അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രവർത്തിച്ചവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർക്കും ഇതിൻ്റെ ക്യാമറ DOP പറയാനുള്ള ഒരു കാര്യമാണ്. പെർഫെക്റ്റ് DOP, ഹെലിക്യാമറാകട്ടെ എന്താകട്ടെ നന്നായിട്ടുണ്ട്. ഏതായാലും കുടുംബസമേതം വന്ന് കാണാവുന്ന നല്ലൊരു ഇത് കണ്ടില്ലെങ്കിൽ മലയാള സിനിമയിൽ ഇനി നിങ്ങൊരു സിനിമ കാണാതിരിക്കണമായിരുന്നു. ഇത് കണ്ടിരിക്കണം.